വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു ബീച്ചിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, ആ ഒരു ബീച്ചിൽ വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വളരെ അനുഗ്രഹീതമായി തീരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. വെളിയിൽ നിന്നൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് തികച്ചും അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ കാണിക്കുന്ന കുന്നിൻ്റെ സൈഡിലായിട്ട് ഈ പച്ചപ്പൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ആ സാധനം ഉള്ളത്. ഒരു അരുവി. ഈ ഒരു അരുവി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അങ്ങനെ നിലയ്ക്കാതെ ഒഴുകുകയാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. ആ തറയിലോട്ട് വീണിട്ട് ആ ഒരു ക്ലാരിറ്റി നോക്കി, അതിൻ്റെ കണ്ണീര് പോലല്ലേ ഇരിക്കുന്നത്. രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ വെള്ളം വന്ന് പതിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒന്നുകൂടി ഉണ്ട്. അവിടെ വലിയൊരു കുളം പോലെയൊക്കെ ആക്കി വെച്ച് അതിൽ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്താണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് പതിച്ച് ഇങ്ങനെ ഒഴുകി ആ ഒരു മണൽപ്പരപ്പിലോട്ട് പോയി അങ്ങ് താന്നു പോവുകയാണ് ചെയ്യുന്നത്. മുന്നോട്ടങ്ങനെ ഒഴുകുന്നത് ഒന്നും കാണാനുമില്ല. ഈ ബീച്ചിൻ്റെ ഭാഗത്തുള്ള കടകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്നാണ് സ്ഥിരമായിട്ട് കുളിക്കാറുള്ളത്. അതായത് നാച്ചുറലായിട്ടുള്ള ഒരു ബാത്തിങ്, അത്രയ്ക്കും വളരെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു വെള്ളം. നോക്കിയേ, ഈ ചൂട് സമയത്ത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ മൂട്ടിലിരിക്കാം. കറക്റ്റ് ആ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതുണ്ടോ. തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ സംഭവം വെച്ച് കെട്ടി അവിടെ തടഞ്ഞു വെച്ചിട്ട് അതിൽ നിന്ന് ആ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കുവാണ്. ആർക്കായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ, ഈ വെള്ളം കുടിക്കാൻ വരെ തോന്നിപ്പോവും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ വെള്ളം ആരെങ്കിലും കുടിക്കുമോ എന്ന്? എങ്കിൽ നോക്കിക്കോളൂ, ഇതാ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്ന ഒരു ചേട്ടൻ കുടിച്ച് കാണിച്ചു തരുവാണ്. കുടിക്കാൻ കുഴപ്പമില്ല അല്ലേ? കേരളത്തിൽ 2ാം സ്ഥാനമായ വെള്ളം. കേരളത്തിൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനം പിന്നീട്. വെള്ളം കറക്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഇത് മല പൊട്ടി വരുന്ന വെള്ളമാണ്, വേറെ ഒന്നുമില്ല. കറക്റ്റ് കിണറ്റിലെ വെള്ളം പോലെ തന്നെ. കടലിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെ നോക്കിയാലും ഉപ്പുരസമില്ലാത്ത വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ഉറവ, ഒരു തരത്തിലുള്ള ഉപ്പും ഒന്നും ഒരു ചെവയുമില്ലാതെ സാധാ നമ്മളെ കിണറ്റിൽ നിന്ന് കിട്ടുന്ന അതേ വെള്ളം പോലെ ഇവിടെ ഉള്ളത്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ വെള്ളം കുന്നിൻ്റെ ഏത് ഭാഗത്തു നിന്നും എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ആർക്കുമില്ല. ബീച്ചിലേക്ക് വരുന്ന വിദേശികൾ ഉൾപ്പെടെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നു. അവർ ബീച്ചിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പോകുന്നത്. ബീച്ചിലല്ലെങ്കിൽ തന്നെയും ഈ ചൂട് സമയത്ത് അധിക നേരം നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എന്തായാലും ഇത് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നും എവിടെ നിന്നും ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരികയാണ് വർഷങ്ങളായിട്ട്. കേരളത്തിലെ തന്നെ മികച്ച ഏറ്റവും നല്ലൊരു ബീച്ചാണ് വർക്കല എന്ന് പറയുന്നത്. ആ വർക്കല ബീച്ചിലെ അരുവിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി കാഴ്ച തന്നെ. ബീച്ചിൽ നിന്നും മടങ്ങുന്നവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കുളിച്ച് ഫ്രഷ് ആകുവാനായിട്ട്. വർക്കല ബീച്ചിലെ മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ നടന്ന ഒരു ദുരന്തം. ബീച്ചിലേക്ക് ആൾക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പ് ഒരുക്കിയ മറ്റൊരു സംഭവമാണ് ഈ ചിന്നിച്ചിതറി കിടക്കുന്നത്. ഈ അടുത്ത സമയത്താണ് ഇത് ഇങ്ങനെ ഈ പരുവത്തിലായത്. തലസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിരുന്നു വർക്കല സ്ഥാപിച്ചത്. പിന്നെ അതിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ഒരുപാട് ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടത്തേക്ക് വരുമായിരുന്നു. കയറാൻ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ റെഡി ആയിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിച്ചത്. ഇനി ഇത് എന്ന് റെഡി ആകുമെന്നോ പുതിയൊരു സംഭവം ഇവിടെ ഒന്ന് ഒരുക്കുമെന്നോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു. മറ്റുള്ള ജില്ലകളിൽ ഇപ്പോഴും ഈ ഒരു സംഭവം വർക്കിംഗ് ആണ്. പക്ഷേ വർക്കലയിൽ മാത്രം ഈ ഒരു ഗതിയായിപ്പോയി.
കടലിൻ്റെ ആവുന്നിടത്തോളം ഭാഗത്തോട്ട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കടലിൻ്റെ തിരമാലയിൽപ്പെട്ട് ഈ ഒരു സംഭവം പൊളിഞ്ഞടുങ്ങി ഈ പരുവത്തിലായി. ഇനി ഇത് ബീച്ചിലേക്ക് വരുന്നവർക്ക് ഓരോ പീസായിട്ട് എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് ഉടനെ തന്നെ റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അപകടം നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-20 പേരെങ്കിലും ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു എന്നാണ് കണക്ക്. 15ഓളം പേര് ഈ ഒരു കൈവരിയും തകർത്ത് കടലിലേക്ക് പോയി. 1-2 പേർക്ക് ഗുരുതരാവസ്ഥയിൽ പരിക്കുകളൊക്കെ പറ്റിയായിരുന്നു. പിന്നെ അതിനെ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വലിച്ച് കടലിൽ നിന്നും കരയിലോട്ട് കയറ്റിയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലിന് ചെറിയ രീതിയിൽ സപ്പോർട്ട് തരിക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.